തലസ്ഥാനത്ത് BJP-യുടെ ഒരു വമ്പൻ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 27 സീറ്റ് NDA നേടി എന്നുള്ളതാണ്. 16-ലോ 15-ലോ LDF നിൽക്കുന്നു. UDF-ന്റെ കാര്യം നോക്കണ്ട എന്നുള്ളതാണ്. തലസ്ഥാനം മാത്രമല്ല, ഇത്തവണ കേരളത്തിലെ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും BJP ഒരു സീറ്റെങ്കിലും നേടിയിട്ടുണ്ടാകും. ആ തരത്തിലേക്കാണ് BJP-യുടെ വളർച്ചയെ കാണുന്നത്. മറ്റത് LDF UDF ഓക്കെ, സ്വാഭാവികമായും അവർക്കൊരു നേട്ടം ഉണ്ടാകും. കേരളത്തിലെ പല സ്ഥലങ്ങളിലും, ബ്ലോക്കുകളിലും, മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷനിലും ഒക്കെ. BJP-യെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തവണ മുതലാണ് അവർ കുറച്ചുകൂടി ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വളരെ ഗംഭീരമായ ഒരു മുന്നേറ്റമാണ് BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തലസ്ഥാനം ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ ചില കോർപ്പറേഷൻ BJP ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. താമര തേരോട്ടം എന്നാണ് പറയുന്നത്. എങ്കിലും കേരളത്തിലാകമാനം നോക്കിയാൽ എങ്ങനെയാണ് BJP-യുടെ ഒരു കുതിപ്പ്? UDF ഡിമ്മാണ് എങ്കിലും അതെ, വലിയ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് കേരളത്തിലെ ആകമാനം. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടത്തുന്നു. അതിൻ്റെ സീറ്റുകളുടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 50 കടന്നാൽ മാത്രമേ BJP അല്ലെങ്കിൽ NDA ഒരു 50 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അല്ലെങ്കിൽ NDA പിടിക്കൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ കൗണ്ട് ഇവിടെ ആയിട്ടില്ല. 24-ന് മുകളിലേക്ക് ഇപ്പോൾ കുതിക്കുന്നുണ്ട്. നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കോർപ്പറേഷൻ. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 17, 16 ഒക്കെ ആയിട്ടാണ് LDF നിൽക്കുന്നത്. കോൺഗ്രസ് എങ്ങും എത്തിയിട്ടില്ല. കോൺഗ്രസ് ഒരു ഭീഷണിയല്ല NDAക്ക്. പക്ഷേ LDF ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപാട് സീറ്റുകൾ കൗണ്ട് ചെയ്യാനുള്ളതുകൊണ്ട് അത് എപ്പോഴാണ് ഇനി ഒരു വ്യത്യാസം വരുന്നത് പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് കോർപ്പറേഷൻ്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ തീരത്തോട് മാറുകയാണ്. അവിടെ ചിലപ്പോൾ NDAക്ക് എതിരായിട്ടുള്ളൊരു പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കുറച്ച് വർഗീയത, അരാഷ്ട്രീയത ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് BJP എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നൊരു വാശിയോട് കൂടിയുള്ള വോട്ടിംഗ് പാറ്റേൺ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല തിരുവനന്തപുരം NDAക്ക് കിട്ടുമെന്ന്. ആ സർവേകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റൂ. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. പന്തളം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർക്ക് മുന്നേറ്റമുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ NDA തന്നെ വിചാരിക്കാത്ത വിധം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരിക്കുകയാണ് NDA ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ സാന്നിധ്യം എന്ന് പറയുന്നത് അവിടെ UDF-ൻ്റെയോ അല്ലെങ്കിൽ LDF-ൻ്റെയോ കോട്ടയായ സ്ഥലങ്ങളിലേക്ക് ആദ്യമായിട്ട് NDA അതിൻ്റെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് NDA. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട്ടും സാന്നിധ്യം അറിയുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയായിട്ട് കേരളം മുഴുവൻ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NDA ആധിപത്യം മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, പഞ്ചായത്തുകൾ ആ കാര്യങ്ങളിലെല്ലാം NDA മുന്നേറ്റം നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവരുടെ സാന്നിധ്യം കൂടുതലാണ്, അവരുടെ ശതമാനവും കൂടുതലാണ്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വ്യത്യാസം പോരാ NDAക്ക്. ആ പ്രവചനത്തിൻ്റെ അത്രമാത്രം ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ഈ വോട്ടെണ്ണലിൻ്റെ സ്പീഡ് ഉണ്ടാവുന്നില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു വിജയ സാധ്യത പറയാൻ കഴിയും. അത് അത്രയും സ്പീഡിൽ പോകുന്നില്ല. 2020-നേക്കാൾ മികച്ച പ്രകടനം UDF ഇത്തവണ കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത് സാർ. അതിനുള്ള സാധ്യതയും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റികളിലൊക്കെയുള്ള ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് അതുമാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിലൊക്കെ 334 സീറ്റ് UDF-നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ 70, ജില്ലാ പഞ്ചായത്തിൽ 7, മുനിസിപ്പാലിറ്റി 49, കോർപ്പറേഷൻ 4 കോർപ്പറേഷൻ UDF-നോടൊപ്പം ഉണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 24. പക്ഷേ LDF-ന് ഒരൊറ്റ കോർപ്പറേഷനേ ഉള്ളൂ. അത് NDAക്ക് ഒരു കോർപ്പറേഷനേ ഉള്ളൂ. പക്ഷെ UDF-ന് 4 കോർപ്പറേഷൻ UDF-ന്റെ കൂടെ എന്നാണ് പറയുന്നത്. അത് പോയിട്ട് ജോസ് കെ നമ്മുടെ മാണി മാണിയുടെ മണ്ഡലത്തിൽ UDF തന്നെ ജയിച്ചു. മാണിയുടെ മണ്ഡലത്തിൽ UDF ജയിച്ചു.
പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്താ സാർ, നമ്മുടെ കണ്ണ് മുഴുവൻ ഈ റിസൾട്ടിലേക്കാണ് പോകുന്നത്. എന്താകും എന്നുള്ളതില്ല ആശങ്കയിൽ നമുക്ക് പറയാൻ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രാമപഞ്ചായത്ത് 29 ഗ്രാമപഞ്ചായത്ത് BJP-യോടൊപ്പം ഉണ്ട് കേട്ടോ. 364 ഗ്രാമപഞ്ചായത്ത് LDF-നോടൊപ്പം ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 7, ജില്ലാ പഞ്ചായത്ത് 6, മുനിസിപ്പാലിറ്റി 30, കോർപ്പറേഷൻ 1. പക്ഷെ കോർപ്പറേഷന്റെ കണക്കിൽ നോക്കുമ്പോൾ UDF-നെ ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ്. 4 കോർപ്പറേഷൻ UDF-നോടൊപ്പം ഉണ്ട്. രാഹുലിന്റെ ഗർഭം അത്ര വലിയ രീതിയിൽ കലക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് UDF-ന് ഒരു സമാധാനം ഉണ്ടാക്കുക. കാരണം കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ മുന്നേറ്റം UDF നടത്തുന്നുണ്ട്. രാഹുലിന്റെ ഗർഭമൊന്നും അല്ല ആളുകൾക്ക് വിഷയം. ആളുകൾ പാർട്ടിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആളിനെ വ്യക്തിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമാണ് വരുന്നുണ്ട്. അതാണ് UDF-ന്റെ വിജയം. അതെ അതെ. കാരണം ബൂത്ത് തലത്തിൽ പോലും അവർക്ക് പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടും ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരമാണ്. അല്ല, കോൺഗ്രസിന്റെ ഒരു മേന്മ അല്ലെങ്കിൽ മികവ് കൊണ്ട് കിട്ടുന്ന വോട്ടല്ല, ഭരണവിരുദ്ധ. ജോസ് കെ മാണിയുടെ വാർഡ് UDF-ന് കിട്ടിയിരിക്കുന്നത്. അത് പരമ്പരാഗതമായിട്ട് തന്നെ അവർ അപ്പോഴും ആ ശക്തി നിലനിർത്തുന്ന മണ്ഡലമാണ്. KM മാണിയുടെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ അത്ഭുതമൊന്നുമില്ല അവിടെ, വലിയ അത്ഭുതങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ അവിടെ മുന്നേറ്റം നടത്തിയിരുന്നു CPM. അതേ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. UDF-നെതിരായിട്ടുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കും. UDF-നെതിരായിട്ടുള്ള അല്ലല്ല, ജോസ് കെ മാണിയല്ലേ, ജോസ് കെ മാണി നിൽക്കുന്നത് LDF-നൊപ്പമാണ്. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന് വിരുദ്ധമാണ്. കോൺഗ്രസുമായിട്ട് ചേർന്നാണ് അവിടെ KM മാണിയുടെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ പിന്നെ UDF ആണ് മുന്നേറുന്നത്. UDF പിന്നെ ഇവിടെ ഏത് പാലയില് ജോസ് കെ മാണിയുടെ മണ്ഡലത്തിൽ അതൊരു അട്ടിമറി. അതാണ് നേരത്തെ LDF എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്. UDF അവിടെ നേടുന്നുണ്ടെങ്കിൽ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരസ്കരിച്ചിരിക്കുന്നു ജനങ്ങൾ അവിടെ ജോസ് കെ മാണിയുടെ പാരമ്പര്യം നിലനിർത്താൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു അട്ടിമറി തന്നെയാണ്. അത് നേരത്തെ അങ്ങനെ ആയിരുന്നു. LDF അവിടെ നേടിക്കൊണ്ടിരുന്ന മണ്ഡലമാണ്. LDF കഷ്ടിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്തൊരു മണ്ഡലമാണത്. പക്ഷേ ഈ പ്രാവശ്യം അത് UDF-ന്റെ തിരിച്ചുവരവാണ് അവിടെ വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തളർന്ന് പിന്നെന്താ പറയുക, വശംവദരായി LDF എന്ന് പറയേണ്ടി വരും സാർ. കാരണം ഒരു കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ ആത്മവിശ്വാസമൊക്കെ LDF-ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നു. അവർ പിന്നെ പഴയതിനേക്കാൾ കുറച്ചുകൂടെ ഒരുപക്ഷെ പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ എണ്ണം കൂടും. പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അവസ്ഥ സാർ നമ്മൾ പറയും പോലെ അല്ല. LDF വളരെ പരിതാപകരമായിട്ട് അവസ്ഥയിലാണ്. UDF പിന്നെയും കുതിക്കുന്നുണ്ട്, വലിയ മികച്ച നേട്ടം അവർക്ക്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ കുറ്റം പറയണ്ട, രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭമൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല. ഓക്കെ, അല്ല മറ്റൊന്നുകൂടിയുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലയിലെ ഈ LDF-നെ അതുപോലെ UDF-നെയും തകർത്തുകൊണ്ട് മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് NDA ആണ്. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. NDA-യുടെ മുന്നേറ്റം, കാരണം അത് കേരള കോൺഗ്രസിന്റെ കോട്ടയായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത്. കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് പണ്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോ ആ ഒരു മേൽക്കൈ നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോ അവിടെ NDA മുന്നേറ്റം നടത്തുന്നതായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ UDF സ്ഥാനാർത്ഥി ശൈലജ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി വെള്ളാപ്പള്ളി നടേശന്റെ അതിലാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ പിണറായിയുടെ കൂടെ നിന്നിട്ട് വലിയ ഫലം കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ നെഹ്റു ട്രോഫി വാർഡില് LDF, അതായത് ജനവിധി UDF-ന്റെ തിരിച്ചുവരവാണ്. നമ്മൾ അത് അത്രയും മനസ്സിലാക്കിയത്. അടുത്ത തവണ 3.0 പിണറായി ഉണ്ടാകില്ല എന്നുള്ളതിന്റെ കൂടി ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈ സമയത്ത് ബൂത്ത് തലത്തിൽ പ്രവർത്തനം കാരണം അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചു വരും UDF എന്നുള്ളതിന്റെ ഒരു വലിയ ഇത് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ഗിമിക്കൊന്നും ഫലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല വിധത്തിലുള്ള പാളയത്തിലെ പടകൾ നടന്നിട്ടും ഇപ്പോൾ കഷ്ടിച്ചവരെ രക്ഷപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.